നമ്മളെല്ലാവരുടെ ജീവിതത്തിലും ഉയർന്ന നിലവാരമുള്ള ഒരു സ്വഭാവം ഉണ്ടാവുന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എവിടെ ആയാലും വില ഉണ്ടാവുള്ളൂ, റെസ്പെക്ട് ഉണ്ടാവുള്ളൂ, അല്ലേ? പൊതുവെ നമ്മൾ എല്ലാവരും പറയാറില്ലേ, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ കണ്ടിട്ട് അവർ പറയും അത് നല്ല സ്വഭാവം കേട്ടോ, നല്ല രീതിയിൽ പെരുമാറാൻ അറിയാന്നൊക്കെ ഉള്ളത്. നമ്മൾ എപ്പോഴും ഈ എഡ്യൂക്കേഷനൊക്കെ ബേസ് ചെയ്തിട്ട് പറയും നല്ല പഠിപ്പും ഒക്കെ ഉള്ള ആൾക്കാർക്ക് നല്ല രീതിയിൽ സ്വഭാവ ഗുണം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലേക്ക് ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഈ രീതിയിലൊക്കെ നമുക്ക് കൊണ്ടുപോകണം, നമ്മൾ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ചിന്തിക്കണം, ഈ രീതിയിലൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ ചിന്തിച്ച് നമ്മളെ ജീവിതത്തെ ഒരു നമ്മൾ വിചാരിച്ചൊരു സ്റ്റൈലിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ എല്ലാവരുടെ പേഴ്സണാലിറ്റിയിലും ഇങ്ങനെ നല്ല ഉയർന്ന നിലവാരമുള്ള ഒരു സ്വഭാവ ഗുണം ഉണ്ടാവും കേട്ടോ. ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യം കേട്ടോ. ഇത് ഇന്ന സ്റ്റാറ്റസ് ആയിരിക്കണം, ഇന്ന രീതിയിലായിരിക്കണം ഒന്നുമില്ല. നമ്മളെല്ലാവർക്കും നല്ല രീതിയിലുള്ള ഒരു സ്വഭാവ ഗുണം നേടിയെടുക്കാൻ പറ്റും. പക്ഷെ അത് നമ്മൾ തന്നെ ചിന്തിക്കണം, നമ്മൾ നമ്മുടെ ലൈഫിന്റെ ഉള്ളിലേക്ക് ചിന്തിക്കണം, നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ചിന്തിക്കാൻ പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യം, നിങ്ങളുടെ വിഷ്വൽ നിങ്ങൾക്ക് ഉണ്ടാവണം. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾ എങ്ങനെ എല്ലാവരോടും പെരുമാറുന്നതിനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. നമുക്ക് ആ ബോധം ഉണ്ടാവും മാത്രമേ നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും തിരുത്താൻ പറ്റുള്ളൂ. പലപ്പോൾ പറയാൻ പോകുന്നത് ഒരു 5 പോയിന്റ് കേട്ടോ. ഇത് ഉയർന്ന സ്വഭാവ ഗുണം എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. ഈ രീതിയിലൊക്കെ എപ്പോഴും നിങ്ങളുടെ ലൈഫ് ചിന്തിക്കാനും ഈ ഒരു തോട്ട്സിലൂടെ മുന്നോട്ട് പോകാനും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനും വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ബി പാഷനേറ്റ് നിന്ന്. നമുക്ക് ലൈഫിൽ എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടാവൂലേ. നമ്മൾ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതി കൊണ്ടോ നിങ്ങൾ അതൊന്നും ഫോളോ ചെയ്യാതെ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സാധാരണക്കാരായി. ഇപ്പൊ ഞാൻ തന്നെ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആയിട്ട് പറയാം, നമുക്ക് പണമില്ലാത്തതിന്റെ പേരിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ള തോന്നലോ എല്ലാം പാടെ ഉപേക്ഷിച്ച് ജീവിതം പോകുന്ന സാഹചര്യത്തിലൂടെ അങ്ങോട്ട് ജീവിച്ചു പോവാന്ന് വിചാരിച്ചിട്ട് ജീവിച്ചു തീർക്കുന്ന ആൾക്കാരുണ്ടാവൂലേ, അല്ലേ? എത്രയോ പേര്, സാധാരണക്കാരുടെ ഇടയിൽ ഒത്തിരി പേര് അങ്ങനെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. നമ്മൾ എന്ത് നേടിയെടുക്കാൻ ആഗ്രഹിച്ച് മുന്നോട്ട് ഇറങ്ങുന്നുണ്ടോ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പണം എന്ന് പറയുന്നത് ഒരുപാട് ആവശ്യകതയുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വളരെ ചെറിയ തോതിൽ കൂലിപ്പണി എടുത്ത് പഠിച്ച് സ്വന്തം പാഷൻ നേടിയെടുത്ത എത്രയോ ആൾക്കാരുടെ കഥ നമുക്ക് ഇന്ന് കേൾക്കാനുണ്ടല്ലേ. ഇപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കണിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. ആള് ഇതിന്റെ വെളിച്ചത്തിന്റെ താഴെ ഇരുന്ന് പഠിച്ചിട്ടാണ് ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. നമുക്ക് ഒരു സാധനം നേടിയെടുക്കാനുള്ള വാഞ്ചി ഉണ്ടെങ്കിൽ, പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ ആ പാഷൻ ഇല്ലാത്തതിന് കുറവാട്ടോ. നമ്മുടെ ലൈഫിൽ ചില സാഹചര്യം, ഇപ്പൊ ഞാനൊക്കെ വളർന്നു വന്ന സാഹചര്യത്തിൽ എനിക്ക് ഒന്നിനോടൊരു പാഷൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്റെയൊക്കെ പാഷൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി ലൈഫ് തന്നെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മുടെയൊക്കെ വളർന്നു വന്ന ഒരു സാഹചര്യത്തിൽ പറഞ്ഞു കേട്ടിട്ടുള്ളത്, പെൺകുട്ടികളാണ് കല്യാണം കഴിച്ചു പോകണം. ഇന്ന് തന്നെ നിങ്ങൾ കേൾക്കുന്നില്ലേ പല പീഡനങ്ങളും. ഇപ്പൊ തന്നെ ഒരു പുതിയ കേസ് കേൾക്കുന്നില്ലേ, അതുല്യ എന്ന് പറഞ്ഞ കുട്ടിയുടെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് വീട്ടുകാരുടെ ഭാഗത്തൊക്കെയല്ലേ ഏറ്റവും വലിയ തെറ്റ്. ഒരു കുഞ്ഞിനെ വിവാഹം കഴിച്ച് അയച്ചു കൊടുക്കുക, ഒരു പെൺകുട്ടി എന്ന നിലയിൽ വിവാഹം അയച്ചു കൊടുക്കുക എന്നുള്ളതാണ് വലിയൊരു കാര്യം. അതിന്റെ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും തിരിച്ച് വീട്ടിലേക്ക് വരാൻ പാടില്ല, അല്ലെങ്കിൽ അതവിടെ സഹിക്കണം എന്നുള്ള ഒരു നിലപാട്, ഒരു സൊസൈറ്റിയുടെ ഒരു നിലപാട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അല്ലേ? നമ്മളുടെ ലൈഫിൽ ഒരുപാട് പാഷനും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെയാണ് വേണ്ടത്. ഒരിക്കലും ജീവിതത്തിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം എന്തായിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ നമുക്ക് ടീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിലേക്ക് എന്തോ ഒന്ന് ഒരു ആവശ്യമുണ്ട്, അല്ലെ എന്തോ ഒന്ന് നേടിയെടുക്കാനുണ്ട് എന്നുള്ളത്. അത് നേടിയെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ ഇടയിൽ നമ്മൾക്ക് ചിലപ്പോൾ ഇപ്പം ആ കുട്ടിയുടെ കേസ് പറഞ്ഞ പോലെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അത് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ധൈര്യം, കോൺഫിഡൻസ് നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ നല്ലൊരു സ്വഭാവ ഗുണം ഉണ്ടാവണം, അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് നമ്മളെ പറ്റിയിട്ടൊരു അറിവുണ്ടാവണം, നമുക്ക് നമ്മളെ പറ്റിയിട്ടുള്ള ഒരു തോന്നലുണ്ടാവും, നമുക്ക് നമ്മുടേതായ ഒരു ഫോക്കസ് ഉണ്ടാവണം നമ്മുടെ ലൈഫിലേക്ക്. അപ്പൊ ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു പാഷനെ നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എത്ര കാലം കഴിഞ്ഞു പോയാലും ഒരു പക്ഷേ ചില ആൾക്കാർക്ക് വലിയ ബ്രേക്ക് വരാം. ഇപ്പം എന്റെയൊക്കെ ലൈഫിൽ വെച്ച് കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞ് ആ കുഞ്ഞുങ്ങളുടെ ആ ഒരു ബ്രേക്ക് എന്റെ ലൈഫിലേക്ക് ഒരുപാട് ഉണ്ടെങ്കിലും എന്റെ ഉള്ളിൽ തോന്നിയിട്ടുള്ള, ഞാൻ പറഞ്ഞില്ല, എന്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ എനിക്ക് മനസ്സിലായിട്ടില്ല പാഷൻ എന്താണ്, അംബീഷൻ എന്താണ്, ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു സമയത്ത്. എന്റെ ചിന്തയിൽ സാധാരണക്കാരനായ അച്ഛനും അമ്മയ്ക്കും മക്കളെ വിവാഹം കഴിച്ച് അയപ്പിച്ചു കൊടുക്കുക ഈ ഒരു രീതി, അപ്പൊ ഫാമിലി ലൈഫ് തന്നെയായിരുന്നു. പിന്നീടാണ് ഞാൻ ചിന്തിച്ചു തുടങ്ങിയതും ഈ ഒരു രീതിയിലേക്ക് ഞാൻ ലൈഫിനെ കൊണ്ടുപോകാനും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ പുതിയ പുതിയ ന്യൂ സ്കില്ലുകൾ പഠിക്കാനും ചിന്തിക്കാനും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും മുന്നോട്ട് നിങ്ങൾ എപ്പോഴും പാഷനേറ്റ് ആയിട്ട് ആ പാഷനെ ഫോളോ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനൊരു ഗുണം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേഴ്സണാലിറ്റിനെ അത്രമാത്രം ഒരുപാട് ഉയർത്തും, നിങ്ങളുടെ ജീവിത നിലവാരം തന്നെ ഒരുപാട് ഉയർത്തും കേട്ടോ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ബി ലൈഫ് ലോങ് ലേണർ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഒരു സ്വഭാവത്തെ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ആവണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു പരിധി എത്തി നമ്മൾ ഓക്കെ ഇതാണ് നമ്മുടെ എല്ലാം എന്നുള്ള രീതിയിൽ ഇരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കണം. അത് നമ്മൾ ജീവിത പാഠമാണെങ്കിലും
നമ്മുടെ ലൈഫിൽ എന്ത് സ്കില്ലാണെങ്കിലും രണ്ടിനും ഞാൻ മാനദണ്ഡപ്പെടുത്തി പറയാണ്. ഒരു വ്യക്തിയുടെ ക്യാരക്ടറിൽ ആ വ്യക്തിയുടെ പ്രൊഫഷണൽ ആണെങ്കിലും ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റി ആണെങ്കിലും ഒരുപോലെ വളർത്താന്നുള്ളത് ഒരു നല്ല ഗുണമാണ്, സ്വഭാവ ഗുണമാണ്. അപ്പം അതിൽ ആദ്യം നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അത് ജീവിത പാഠങ്ങളാണെങ്കിലും ഒരുപാട് എക്സ്പീരിയൻസ് നമ്മുടെ ലൈഫിൽ വരും. നമ്മൾ മാരേജ് കഴിഞ്ഞാൽ, കുട്ടികളായി കഴിഞ്ഞാൽ, വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് വളരെ സന്തോഷമുള്ളതും അതേപോലെ സങ്കടമുള്ളതായിട്ടുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരും. അത് പഠിച്ചുകൊണ്ടേയിരിക്കുക, ഒരു എക്സ്പീരിയൻസ് ആയി എടുത്ത് പഠിച്ചുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ ജീവിതത്തിൽ നിങ്ങൾ എന്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും മുന്നോട്ടേക്ക് ഒരുപാട് സ്കില്ലുകൾ പഠിച്ചുകൊണ്ടേ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം. നിങ്ങളുടെ ലൈഫ് എപ്പോഴും പഠിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു കാര്യം നല്ലതാട്ടോ. ഇപ്പൊ ഞാൻ സൈക്കോളജിയുടെ കൗൺസിലിങ്ങിന്റെ ഡിപ്ലോമ ചെയ്യുന്നുണ്ട്. അതിൽ സാറ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, സാറ് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. സാർ നമ്മുടെ ബ്രെയിൻ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പുതിയതായി ഓരോന്ന് പഠിച്ചുകൊണ്ടേയിരിക്കണം. അതിൽ ഏറ്റവും കൂടുതൽ സാറ് പറയാൻ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം ലാംഗ്വേജ് ആണ്. നമ്മൾ ലാംഗ്വേജ് പുതിയത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് സാറ് ഇപ്പം സംസ്കൃതം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പം നമ്മൾ എപ്പോഴും ലൈഫിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ നമ്മളെ ഒരു സ്വഭാവ ഗുണം അത് തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് കാണാൻ ഒരു നല്ല നിലവാരമുള്ളത് തന്നെയായിരിക്കും. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അത് ജീവിതപാഠാണെങ്കിലും എന്താണെങ്കിലും. അപ്പൊ നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. തേർഡ് പോയിന്റ് ആയിട്ട് ബി ക്രിയേറ്റീവ്. ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും കാര്യങ്ങൾ നോക്കിക്കാണാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ബി ക്രിയേറ്റീവ്, നമ്മൾ ഇമാജിൻ, നമ്മളെ ലൈഫിനെ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചിന്താഗതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തെ പാടെ മാറ്റും കേട്ടോ. നമ്മുടെ സമൂഹത്തെ പറ്റിയിട്ടുള്ള ഒരു ക്രിയേറ്റ് നമുക്കൊരു ഇമാജിനേഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ചിന്താഗതി ഉണ്ട്. അതേപോലെ നമ്മുടെ ലൈഫിനെ പറ്റി ഒരു ചിന്താഗതി ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇമാജിൻ ചെയ്ത് നമ്മളെ ലൈഫിനെ ഫോളോ ചെയ്യാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ. ആ സമയത്ത് നമ്മുടെ ജീവിത നിലവാരം ഓട്ടോമാറ്റിക്കലി ഉയരൂട്ടോ. നമ്മളെ മറ്റുള്ളവർ കാണുമ്പോൾ അവരുടെ കാഴ്ചയിൽ തന്നെ നമ്മൾ വളരെ പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ ഒരിക്കലും ഒരു അർത്ഥമില്ലാത്ത, അല്ലെങ്കിൽ നമുക്കൊരു കാര്യത്തിലും ചിന്തയില്ലാതെ, അല്ലെങ്കിൽ ഒരു അർത്ഥമില്ല ഒരു ഓളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ലൈഫ് ആ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിനെ ആർക്കും നോക്കിക്കാണാൻ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എപ്പോഴും ക്രിയേറ്റീവായിട്ട് അവനവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം വളരെ വളരെ വ്യത്യസ്തമായിരിക്കും സാധാരണക്കാരിൽ നിന്നും. ആ വ്യക്തി എപ്പോഴും ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചിട്ട് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യാനും അതിൽ ഫോക്കസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ബി റെസ്പോൺസിബിൾ ആൻഡ് കൈൻഡ്നെസ്. നമ്മൾ എല്ലാവരുടെ ലൈഫിലും ഉള്ളൊരു കാര്യം. റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെ. നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ തന്നെ ചെയ്യണം. പക്ഷെ പലരും അതിൽ നിന്നും സ്പ്ലിറ്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നതും അതൊരു വലിയ ബാധ്യതയായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരും ആയിരിക്കും അല്ലെ. പക്ഷെ ആ റെസ്പോൺസിബിലിറ്റിനെ നല്ല രീതിയിൽ ചേർത്ത് പിടിക്കാനും മറ്റുള്ളവരോട് നല്ല സൗഹൃദപരമായിട്ടും സ്നേഹത്തോട് ബിഹേവ് ചെയ്യാൻ നമുക്ക് അറിയുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഗുണം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ സ്വഭാവത്തിന് അത് എത്രത്തോളം ഉയർത്തുന്നത് ഒരു കാര്യമാണെന്നറിയോ. നമ്മുടെ നിലവാരമേ മാറ്റുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും റെസ്പോൺസിബിൾ ആൻഡ് കൈൻഡ്നെസ് ആയിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ആയിരിക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ജീവിതത്തിന് മുകളിൽ പലപ്പോഴും നമ്മുടെ ഫാമിലിന്റെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും നമ്മൾ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി സമൂഹത്തിൽ എന്നും പേരെടുക്കപ്പെട്ട ആൾക്കാരാണ്. അതേപോലെ തന്നെ അവർ മറ്റുള്ളവരടുത്ത്, ചുറ്റും കാണുന്ന ആൾക്കാരുടെ അടുത്ത് എപ്പോഴും കൈൻഡ്നെസ് ആയിട്ട് സ്നേഹത്തോടും സൗഹൃദത്തോടും ബിഹേവ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിലും അവിടെ ആ ഒരു സ്വഭാവ ഗുണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു മനുഷ്യന്. അങ്ങനെ ആയിരിക്കണം ഓരോ മനുഷ്യന്മാരും. അപ്പോഴാണ് നമ്മുടെ സമൂഹം തന്നെ നന്നാവുള്ളൂ അല്ലെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു ഉയർന്ന നിലവാരമുള്ള ഒരാളായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് അത്രയും ആവശ്യമുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ കൈൻഡ്നെസ്, മറ്റുള്ളവരോടുള്ള സ്നേഹവും സൗഹൃദവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കണം. എന്റെ ഫിഫ്ത്ത് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് ബി ഹോണസ്റ്റ് ആൻഡ് ഹാവ് ഇന്റഗ്രിറ്റി. നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ സത്യസന്ധരായിട്ട് ഇരിക്കുക എന്നുള്ളതും അതേപോലെ നമ്മൾ മറ്റുള്ളവരുടെ എപ്പോഴും നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു സൽഗുണം നമ്മളെല്ലാവരുടെ ലൈഫിലും വേണം അല്ലെ. പലരും പലരുടെ സ്ഥാനമാനങ്ങൾ വെച്ചിട്ട് മറ്റുള്ളവരായിട്ട് ഭയങ്കര ദാഷ്ടായിട്ട് പെരുമാറുന്ന കാണാം. അതുപോലെ ഇന്നത്തെ ലോകത്ത് നമ്മൾ സത്യസന്ധരായിട്ടുള്ള ആൾക്കാരെ കിട്ടുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ നമ്മൾ നോക്കിക്കാണുന്നതും ഇവര് സത്യമായിട്ടുള്ള ഒരാളാണോ, ഇയാളിൽ സത്യമുണ്ടോ എന്ന് നോക്കിക്കാണുന്നത് തന്നെ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ തെറ്റാണ് ഇപ്പൊ ഓരോരുത്തരുടെയും. അപ്പൊ നമ്മൾ മറ്റുള്ളവരെ നോക്കിക്കാണുന്നതേ അവരുടെ സത്യസന്ധമായിട്ടുള്ള ആളാണോ എന്നുള്ള ഡൗട്ടിലിരിക്കുമ്പോൾ നമ്മൾ എത്ര സത്യസന്ധത കാണിക്കണം എന്നാൽ മാത്രമേ നമ്മളൊരാൾ വിശ്വസിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ലോകം പോകുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഹോണസ്റ്റ് ആയിട്ടും നല്ല രീതിയിൽ ജീവിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ അങ്ങനെ ഒരു ഗുഡ് വില്ല് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു സ്വഭാവ ഗുണത്തിന്റെ നിലവാരം അത്രയും ഉയർന്നതായിരിക്കും. നമ്മൾ ഈ ലോകത്തിന് മുമ്പിൽ നമ്മളെ തന്നെ കാണിച്ചു കൊടുക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പലപ്പോഴും മറ്റുള്ളവരെ പറ്റി പരദൂഷണങ്ങൾ പറയാ, അല്ലെങ്കിൽ നമ്മളെ തന്നെ പുകഴ്ത്തി പറയാ, മറ്റുള്ളവരെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ഏതൊക്കെ രീതിയിലൊക്കെ നമ്മൾ ബിഹേവ് ചെയ്യാണ്.
അതേപോലെ തന്നെ ഒത്തിരി പരാതികൾ മറ്റുള്ളവരെ പറ്റിയിട്ടൊക്കെ നമ്മൾ നമ്മളെ ഭാഗത്തെ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ആ രീതിയിലൊക്കെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എങ്കിൽ നമ്മളുടെ ഒരു സ്വഭാവ ഗുണം മറ്റുള്ളവർ നോക്കിക്കാണുമ്പോൾ എങ്ങനെയായിരിക്കും നീക്കനെ ചിന്തിച്ചാൽ പോരെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ സത്യസന്ധരായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാനും അത് നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ നമ്മളെ കാണുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും, ഓ ഇതാണ് ആ വ്യക്തിയുടെ സ്വഭാവ ഗുണം. നമ്മൾ ഒരു വ്യക്തി സത്യസന്ധനാണെങ്കിൽ ആ വ്യക്തിയെ അങ്ങേ അറ്റം വരെ ഒരാൾ ട്രസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു കള്ളത്തരം ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങൾ അറിയാതെ പറ്റിപ്പോയ ഒരു കാര്യമായിരിക്കാം. പക്ഷെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് നിങ്ങൾ ഒരിക്കലും ഒരു വ്യക്തിയും ട്രസ്റ്റ് ചെയ്യില്ല. അത് പലപ്പോഴും നമ്മൾക്ക് തന്നെ മനസ്സിന് ഒരുപാട് വിഷമം തോന്നുന്ന ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് ഹോണസ്റ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇതൊരു നല്ല ഗുണനിലവാരമുള്ള ഒരു സ്വഭാവം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് ബി കറേജസ് ആൻഡ് സെൽഫ് അവെയർ. നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ബോൾഡ് ആൻഡ് ധൈര്യമുള്ള ആൾക്കാരായിരിക്കണം. ഇത് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ട ഒരു സ്വഭാവം കേട്ടോ. പല സാധനങ്ങളും അല്ലെ പല കാര്യങ്ങളിലും പല സിറ്റുവേഷനിലും നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അത് എന്തായിക്കോട്ടെ, നമ്മൾ പുതിയതായിട്ട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര പേടിയായിരിക്കും. നമുക്ക് യൂസ്ഡ് ആകുമ്പോൾ അത് ശരിയാവും. നമ്മൾ എപ്പോഴും ധൈര്യമുള്ളവരായിരിക്കുക. നമുക്ക് എന്തും ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ആരോട് ചോദിച്ചും നമുക്ക് ചെയ്യാം. നമ്മളത് ചോദിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല ബോൾഡ് ആൻഡ് കറേജ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത് നമ്മുടെ ലൈഫിന്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാട്ടോ. അതേപോലെ തന്നെ സെൽഫ് അവെയർ. നമ്മൾ എന്താന്ന് നമ്മൾ അറിയണം. നമ്മളുടെ ആഗ്രഹങ്ങൾ എന്താന്ന് അറിയണം. നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താന്ന് അറിയണം. നമുക്ക് എന്താണ്, ഏത് സാഹചര്യമാണ് നമുക്ക് ഏറ്റവും ആപ്റ്റ് ആവണം എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. നമ്മൾ നമ്മളെ തന്നെ അറിയുന്നത് വളരെ, നമ്മളുടെ ജീവിതം മുന്നോട്ട് നല്ലൊരു വ്യക്തിയായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മളെ തന്നെ അറിയണം. ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടേതായ രീതിയിലുള്ള ആഗ്രഹങ്ങളെ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അച്ഛൻ അങ്ങനെ പറയുന്നു, അമ്മ ഇങ്ങനെ പറയുന്നു, ലോകം ഇങ്ങനെ പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സ്വഭാവം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ക്യാരക്ടർ ഉണ്ടാവില്ല. പിന്നെ ഇങ്ങനെ മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ മാത്രം ഗുണകരമായിട്ടുള്ള ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് പറ്റുക. അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ അറിയാൻ വേണ്ടി ശ്രമിക്കുക. ലൈഫിൽ നമ്മളെല്ലാവരും പഠിക്കും. നമ്മളോട് പൊതുവെ ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, എബ്രഹാം ലിങ്കൺ സാറിനൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് പേരെ കണ്ടു പഠിക്കാനുണ്ട്. അത് നമ്മൾക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് അവർ ചെയ്ത കാര്യത്തെ നമ്മൾക്ക് മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്കൊരു പാഠമായിട്ട് ഒരു എക്സ്പീരിയൻസ് ആയിട്ട് അത് വായിച്ചു മറിഞ്ഞു നമുക്ക് പഠിക്കാം. പക്ഷേ നമ്മുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന ചിലപ്പോൾ അത് അതേപോലെ ഇപ്പൊ സാറ് പഠിച്ച പോലെ നമുക്ക് ആർക്കും പോയിട്ട് ഒരു വിളക്കിന്റെ താഴെ ഇരുന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അല്ലെ. പക്ഷെ നമുക്കതല്ല. പക്ഷെ ആ ഒരു നിങ്ങൾക്ക് മനസ്സിലായില്ല, ആ കൈൻഡ്നസ്, ആ ലൈഫിൽ ഫോളോ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആ രീതിയിലേക്ക് നമ്മൾ ലൈഫ് കൊണ്ടുവരാനുള്ള ആ ഒരു തോട്ട്സിനെയാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു സെൽഫ് അവെയർ ഉണ്ടാവണം. നിങ്ങൾ എന്താണ്, നിങ്ങൾ എങ്ങനെ പോയാലാണ് നിങ്ങൾക്ക് സക്സസ് ആവാൻ പറ്റുക, നിങ്ങൾ എങ്ങനെ പോയാലാണ് ഒരു സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ ഒരു നല്ല വ്യക്തിത്വം ആകാൻ പറ്റുക. ഇത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ. പറയുന്ന പോലെ നല്ല കോൺഫിഡൻസ് ആയി, നല്ല ബോൾഡായി, കറേജ് ആയിട്ട്, സത്യസന്ധമായിട്ട് ലൈഫിലേക്ക് മുന്നോട്ട് ജീവിച്ചു പോകുന്ന എല്ലാവരും നല്ല നല്ല സ്വഭാവ ഗുണങ്ങളുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ ലോകത്ത്. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ ഇത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മൾ പറയുന്നില്ലേ, മിലിറ്ററിക്കാരെ പറയുന്നില്ലേ, ഭയങ്കര അടുക്കും ചിട്ടിയുള്ള ജീവിതമാണ്, അവർക്കെല്ലാം പഞ്ച്വലാണ്. അങ്ങനെ അവർക്ക് അങ്ങനെ പഞ്ച്വലായിട്ട് അവരുടെ ലൈഫ് കൊണ്ടുപോയാൽ മാത്രമേ ആസ് എ മിലിറ്ററി മാൻ ആവാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതല്ല അവരുടെ ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പൊതുവെ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോഴായിരിക്കും അത് ചിട്ടിയും ചട്ടിയിലായിട്ട് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ലൈഫിന് അത്രയും പഞ്ച്വാലിറ്റി ആവശ്യമാണ്. അവരുടെ ജോബ് അങ്ങനെയുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും നല്ല വ്യക്തിത്വമുള്ള ആൾക്കാർ തന്നെയാണ്. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഉയർന്ന നിലവാരമുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് എന്ന് തോന്നണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറഞ്ഞ പോലത്തെ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ തന്നെ വാല്യൂ ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഇപ്പൊ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഈ ഓരോ പോയിന്റ്സിനെ പറ്റിയും ചിന്തിക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈഫിലെല്ലാം ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഒരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എടുത്ത് കാണാൻ മാത്രം ഡെവലപ്പ് ആകുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ പോയിന്റ്സ് ഒക്കെ ഓർത്ത് പിടിച്ച് നിങ്ങളുടെ ലൈഫിന് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു ഉയർന്ന നിലവാരമുള്ള ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറാൻ സാധിക്കും കേട്ടോ. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ കരിയർ ലൈഫിലാണെങ്കിലും നിങ്ങളുടെ ഈ ലോകത്ത്, ഈ സമൂഹത്തിൽ, സൊസൈറ്റിയിൽ നിങ്ങൾ ജീവിക്കുന്നിടത്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു കാഴ്ചപ്പാടോടുകൂടെ നിങ്ങളുടേതായ ഒരു പേഴ്സണാലിറ്റിയെ കാണിച്ച് ജീവിക്കാൻ പറ്റും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.